അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വമാലിക്കു ശൈഇ ഹുവൽ മുതസർരിഫു ഫീഹി വഹ്ദ. ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥൻ അവനാണ് ആ വസ്തുവിലെല്ലാ കൈകാരാധികാരവുമുള്ളവൻ. ലൈസ ഹുനാക ദഖലുൻ ലി അയ്യി ഫർദിൻ ആഖർ. മറ്റൊരു വ്യക്തിക്കും അവിടെ യാതൊരു സ്വാധീനവുമില്ല. അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം അന്നല്ലാഹ സുബ്ഹാനഹു വ തആല സയസ്രിഫു ഉമൂറൽ ഇബാദി ഫീ ദാലിക്കൽ യൗമി ബിദൂനി അസ്ബാബ്. ഒരു ബാധയും കൂടാതെ ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യും. അവൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ആ കൈകാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയോ അധികാരമോ ഇല്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമാധികാരത്തെ തുറന്നു കാണിക്കുന്ന ഒരു സൂക്തമാണ് മാലിക് യൗമിദ്ദീൻ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റാസി റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു വസ്തുത കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ അവൻ്റെ 5 നാമങ്ങളെ പരാമർശിച്ചു. അല്ലാഹു, റബ്ബ്, റഹ്മാന്, റഹീം, മാലിക്. ഇങ്ങനെ 5 നാമങ്ങളാണവ. ഈ നാമങ്ങൾ പരാമർശിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൃഷ്ടികളോട് പറയുന്നത് പോലെയാണ് എന്നാണ് റാസി ഇമാം പറയുന്നത്. ഖലഖ്തുക അവ്വലൻ, ഞാൻ നിന്നെ ആദ്യം സൃഷ്ടിച്ചു. ഫഅന ഇലാഹുൻ, അതുകൊണ്ട് ഞാൻ അല്ലാഹുവാണ്. തുമ്മ റബ്ബൈതുക ബി വുജൂഹിൻ നിഅമി ഫഅന റബ്ബുൻ, പിന്നെ ഞാൻ നിന്നെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളുടെ ഘട്ടങ്ങളിലൂടെ നിന്നെ വളർത്തി, അതുകൊണ്ട് ഞാൻ റബ്ബാണ്. സുമ്മ അസൈത ഫസതർതു അലൈക ഫഅന റഹ്മാനുൻ, പിന്നെ നീ എന്നോട് വഴികേട് കാണിച്ചു, ഞാൻ നിനക്ക് പുറത്തു തന്നു, ഞാൻ കാരുണ്യവാനാണ്. പിന്നെ നീ പാപം ചെയ്തു. സുമ്മ തുബ്ത ഫഗഫർതു ലക ഫഅന റഹീമുൻ, നീ പശ്ചാത്താപം ചെയ്തപ്പോൾ ഞാൻ നിനക്ക് പുറത്തു തന്നു, ഞാൻ റഹീമാണ്. സുമ്മ ലാബുദ്ദ മിൻ ഈസാലിൽ ജസാഇ ഇലൈക ഫഅന മാലികി യൗമിദ്ദീൻ, പിന്നെ നീ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നിനക്കെന്തായാലും തരണമല്ലോ. ഫഅന മാലിക്കു യൗമിദ്ദീൻ, ഞാൻ അന്ത്യനാളിൻ്റെ ഉടമസ്ഥനുമാണ്. നീ അനുഷ്ഠിച്ചതിനുള്ള പ്രതിഫലം നിനക്ക് തരിക തന്നെ ചെയ്യും. യഥാർത്ഥ മാലിക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ്സലാം. അല്ലാഹു അല്ലാതെ മറ്റൊരു രാജാവുമില്ല, അല്ലാഹുവിനല്ലാതെ ഒരധികാരവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത പറയുന്ന ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വാചകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകാശഭൂമികളെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, അനൽ മലിക് ഐന മുലൂക്കിൽ അർദ്, ഞാനാണ് രാജാവ്, ഭൂമിയുടെ രാജാക്കന്മാരെവിടെ? ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും കാണാം അല്ലാഹു ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ പരമാധികാരം ആർക്കാണ്? അത് ഖഹാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. പിന്നെ ഖുർആനിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ രാജാധികാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാലിക് എന്ന പ്രയോഗങ്ങൾ കാണാം. ഉദാഹരണത്തിന് ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക്കൻ എന്ന് അള്ളാഹുവിൻ്റെ പരാമർശം കാണാം. അതുപോലെ വകാന വറാഅഹും മലിക്കുൻ ഇത് ജഅല ഫീക്കും അംബിയാ വ ജഅലക്കും മുലൂക്കൻ. അവിടൊക്കെ രാജാക്കന്മാർ, രാജാവ് എന്ന പ്രയോഗങ്ങൾ അത് കേവലം മജാസിൻ്റെ വഴിയിലൂടെയുള്ള പ്രയോഗങ്ങളാണ്. ആ ദിവസത്തിൻ്റെ പരമാധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. യൗമുദ്ദീൻ എന്ന ദീനിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. വിചാരണ നാൾ എന്നർത്ഥമുണ്ട്, യൗമുൽ ഹിസാബ്. അതുപോലെ പ്രതിഫല നാൾ, യൗമുൽ ജസാ എന്നൊരർത്ഥം ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രതിഫല നാളിനു വേണ്ടി നിങ്ങൾ സജ്ജരാകണം എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം, ഹാസിബു അംഫുസക്കും ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് സ്വയം വിചാരണ നടത്തണം. വസിനു അംഫുസക്കും ഖബല അൻ തൂസനു,
നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വയം ഒന്ന് തൂക്കി നോക്കണം. അത് മീസാനിലിട്ട് തൂക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.